പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ കേസ് നടക്കുന്നതിനിടെ ടൗൺ പ്ലാനർ നൽകിയ ലേ ഔട്ടിന് അംഗീകാരം നൽകാനുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ നീക്കത്തിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശത്ത് കമ്പനിക്ക് അംഗീകാരം നൽകാൻ അനുവദിക്കരുതെന്ന് ബോർഡ് മീറ്റിംഗിൽ ഉൾപ്പെടെ ബിജെപി മെമ്പർമാരും ആവശ്യപ്പെട്ടു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ സമരസമിതി നൽകിയ ഹർജിയിൽ അന്തിമ വിധി വരുന്നതുവരെ നടപടികളുമായി മുന്നോട്ടു പോകരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് ടൗൺ പ്ലാനർ ലേഔട്ട് നൽകി അതിന് അംഗീകാരം നേടാനുള്ള നടപടികൾ ആരംഭിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയും ഇതിന് ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് ബിജെപി പ്രതിഷേധം നടത്തിയത്. പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിലും ബിജെപി മെമ്പർമാർ വിഷയം ഉന്നയിച്ചു. തൽക്കാലം അന്തിമ വിധി വരുന്നവരെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകണ്ട എന്ന് വിധി നിലവിൽ നിൽക്കെ ഈ ജില്ലാ പ്ലാനറിന്റെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി ഈ ചെയ്തത് ഈ എലപ്പുള്ളിക്കാരോടുള്ള വഞ്ചനയാണ്. എന്നാൽ പഞ്ചായത്ത് അറിയാതെയാണ് നടപടികൾ നടന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. രേഖ കയ്യിൽ ലഭിച്ചപ്പോൾ മാത്രമാണ് ടൗൺ പ്ലാനർ അംഗീകാരം നൽകിയ കാര്യം തങ്ങൾ അറിയുന്നതെന്നും സ്ഥലത്തെ കുടിവെള്ള പ്രശ്നം പോലും പരിഗണിക്കാതെയാണ് നടപടിയെന്നും പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. പ്രദേശത്തെ കിണറിലെ മലിനമായ വെള്ളവും പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കോടതികളുടെ കേസ് തീർപ്പാക്കുന്നതുവരെ ഒയാസിസ് കമ്പനിയുടെ പ്രവർത്തന അനുമതിയുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കരുതെന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ യോഗം തീരുമാനിച്ച് സെക്രട്ടറിക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇതാണ് യോഗ തീരുമാനം. കാരണം എലപ്പുള്ളി പോലുള്ള ഡ്രൈ ആയിട്ടുള്ള കൃഷിക്കും കുടിവെള്ളത്തിന് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ മേഖലയിൽ ഈ വാക്കാലുള്ള ഉറപ്പ് വിശ്വസിക്കാൻ പഞ്ചായത്ത് തയ്യാറല്ല. അതേസമയം പഞ്ചായത്തിൽ ഒരു ഫയലും വന്നിട്ടില്ല എന്നും ടൗൺ പ്ലാനറുടെ രേഖയിൽ നിബന്ധനകൾക്ക് അംഗീകാരം ലഭിച്ചാലേ നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ എന്നും CPM അംഗങ്ങൾ പറഞ്ഞു. ടൗൺ പ്ലാനർ നൽകിയ ലേഔട്ട് പഞ്ചായത്ത് യോഗത്തിന് ശേഷം തള്ളി. കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ ഒരു അനുമതിയും നൽകില്ലെന്ന നിലപാടിലാണ് ഭരണസമിതി. ഇത് മറികടക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭരണസമിതി വ്യക്തമാക്കി. ജനം, പാലക്കാട്.